ഹൈദരാബാദ് ചെന്നു ബാക്കിയുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് റൂമിലൊക്കെ പോയി ഇനി അടുത്തത് പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാനാട്ടോ. കാരണം അന്ന് ചെന്നപ്പോൾ തന്നെ ഒരു ദിവസം ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് സംഭവം കഴിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ ഉച്ചയൊക്കെ ആയാലോ, വിശപ്പുണ്ട്, നേരെ പോകുന്നത് ഹൈദരാബാദി സ്പെഷ്യൽ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ തന്നെ ആദ്യം തന്നെ നെറ്റ് എടുത്ത് ഫോണിൽ നോക്കി കഴിഞ്ഞപ്പോൾ എവിടെയാണ് നല്ല ബിരിയാണി കിട്ടുന്നതെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഷതാബ് ബിരിയാണി എന്നും പറഞ്ഞൊരു നല്ല സ്പോട്ടുണ്ട്. അത് 20 കിലോമീറ്റർ അപ്പുറമാണ്. പക്ഷെ നമുക്ക് ഭാഷകളും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അത്യാവശ്യം കുറച്ച് ഹിന്ദിയൊക്കെ അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ യൂബർ ഓട്ടോ ബുക്ക് ചെയ്തു. കാരണം അവിടെ യൂബർ ഓട്ടോ വളരെ ചീപ്പാണ് കേട്ടോ. 20 കിലോമീറ്ററിന് 180 സംതിങ് എന്തോ ഉള്ളൂ. പക്ഷേ ഇവിടെയാണെങ്കിൽ അത് ഡബിൾ ഇരട്ടി പൈസയാവും. പക്ഷെ എന്തായാലും സംഭവം കൊള്ളാം. പിന്നെ ഈ കാണുന്ന ആംബിയൻസ് കണ്ടില്ലേ, ഏകദേശം നമ്മുടെ എറണാകുളം MG റോഡ് പോലെയുണ്ട്. കണ്ടില്ലേ, അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരും. അങ്ങനെ നേരെ ഞങ്ങൾ പോകണ്ടോ, ലക്ഷ്യം നമ്മുടെ ഷതാബ് ബിരിയാണിയാണ്. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് എന്താ, ഹൈദരാബാദി ബിരിയാണി ഫേമസ് ആണ്, അതെന്തായാലും കഴിക്കണം, ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും സൂപ്പറായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്തായാലും കൂടെ കയറി ചെല്ലും, നല്ല അടിപൊളിയായിരുന്നു ഉള്ളൊരു മനോഭാവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. എന്തായാലും ഒരു ആകാംക്ഷ, ആ ആകാംക്ഷയിലേക്കാണ് ഞങ്ങൾ ഈ പോകുന്നത്. അങ്ങനെ ആംബിയൻസ് ഒക്കെ ഉള്ളതാട്ടോ. നമ്മളെ നല്ല രീതിയിൽ അത്യാവശ്യം സൂപ്പറായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് അവരുടെ വാളിൽ വെച്ചിരിക്കുന്നത് ഹൈദരാബാദിലെ കുറേ പുരാതനമായ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പിക്ചർ അടക്കം പിന്നെ അതിൻ്റെ വിവരണവും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നേരെ ചെന്ന് ടേബിളിലിരുന്നു. നല്ല ആംബിയൻസ് ആണ് കേട്ടോ മൊത്തത്തിലേക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ മെനു കാർഡ് വന്നു. മെനു കാർഡ് വന്നപ്പോൾ തന്നെ ഇതിനകത്ത് അവർ നമ്മളോട് പറയുകയുണ്ടായിരുന്നു, ഇവിടുത്തെ ഏറ്റവും നല്ല ഫേമസ് ആയിട്ടുള്ള ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ ബിരിയാണിയാണ്. അതായത് ഹൈദരാബാദി മട്ടൻ ബിരിയാണി. അങ്ങനെ അവർ റൈസും മട്ടനെ കൂടി സെർവ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, സംഭവം ഈ നമ്മുടെ നാട്ടിലെ ബിരിയാണിയും ഈ ബിരിയാണിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ നാട്ടിലെ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. കാരണം വളരെ വ്യത്യാസങ്ങളുണ്ട്, ഇവിടെ മസാല കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.